ഓ എന്താ ഒരു അങ്ങനെ മന്ദം 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 നടന്ന് നടന്ന് തുടങ്ങിയപ്പോൾ ആശ്വാസമായി വന്നു. എന്താ മനോഹരമായ കാഴ്ച പോകാം. ഇതേതോ ലോകത്തെ പോലെ കണ്ണുകളെ നിറയ്ക്കുന്ന കാഴ്ചകൾ. അങ്ങനെ ഒരാൾ ചുരുണ്ട് അവനെ അവന്റെ മുഖത്ത് കാണാൻ കുറച്ച് മൊഞ്ചനാണ് കേട്ടോ അവൻ. മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരുപാട് കിളികളെ കൊണ്ട് കേട്ടോ. അതിന്റെ ഇടയ്ക്ക് മുകളിലേക്ക് തലയിലേക്കാണ് താഴേക്ക് താക്കുന്നില്ല. മുകൾ തലമുകളിരിക്കാൻ വരുന്നതാണ് അവൻ. മരത്തിലിരിക്കുന്ന കിളികളൊക്കെ നമ്മൾ വരുന്നത് കണ്ടില്ല, അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരാൾ വെള്ളത്തിൽ വെള്ളം ആരും എടുക്കാതിരിക്കുകയാണ്. അവൻ അത്ര വലിയ തോന്നുന്നു. ഇവന് ഒരു മൊഞ്ച തന്നെയാണ് കേട്ടോ. അങ്ങനെ മനോഹരമായ കാഴ്ചകൾ നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങിയപ്പോൾ ഒരുപാട് കിളികളെ വീണ്ടും അന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. അവയുടെ ഭാവിയിൽ ഒരാൾ വെള്ളത്തിൽ കിടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അവനെ കണ്ടപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ല. അവന്റെ ദേഹത്തെ തൊലികളിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് തന്നെ ഞാൻ മാറിയിട്ടോ. കുറച്ചുകൂടി നടന്നു വന്നപ്പോൾ ഒരാൾ ഇടപെടുന്നുണ്ട് കേട്ടോ. ഉറങ്ങാൻ പോകുമ്പോഴേക്കും അവനും ഞാനുണ്ടോ അങ്ങനെ വിട്ടു. ഞാൻ കുറച്ചു നേരം സൂക്ഷ്മമായി അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരാൾ കണ്ണടച്ച് എല്ലാം കൂടി ഇരുന്നോട്ട് ചിന്ത അവനും. അപ്പോൾ നോക്കുമ്പോൾ മരത്തിൽ ഇവിടെ കുറച്ചു നേരം പറഞ്ഞു. ആരും വരാതിരുന്ന ചിന്ത അങ്ങനെ ആ കാഴ്ച അവിടെ ഒരു പയ്യൻ പാമ്പിനെയും കഴിക്കുകയാണ് കേട്ടോ. പാമ്പിനെയൊക്കെ കഴുത്തിൽ കിടന്ന നീ എന്നെ ഇറങ്ങി പോകുന്നു. അതും ആരും എന്നെ തൊഴാതെ നല്ലൊരു ഒരാളവിടെ നിൽക്കുന്ന കണ്ടിട്ടോ. അങ്ങനെ ഇരുന്ന് വല്ലാതെ ബോറടിക്കുന്നു. ആമക്കുട്ടൻ ആരൊക്കെയോ വരുന്നു. കഞ്ഞിനകത്ത് ഒളിച്ചു എന്നുള്ള അറിയില്ല. അങ്ങനെ മുകളിലേക്ക് നടക്കുന്നുണ്ടേ. അങ്ങനെ ആ കാഴ്ച അവിടെ ഒരു കേട്ടോ. എന്റെ കാണേണ്ടവരെല്ലാവരും വായൊക്കെ കാണുന്നത് സന്തോഷമെന്ന ഭാവത്തിൽ അവരെയും നോക്കുന്നുണ്ടേ. നല്ല മൊഞ്ച കേട്ടോ. അങ്ങനെ കുറച്ചു നേരം അങ്ങനെ തിന്നിട്ടോ. അവന്റെ തുന്നി വെച്ച് തോന്നൽ. അങ്ങനെ കുറച്ചു നേരം പുറത്തേക്ക് വന്നപ്പോ കണ്ട കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് വായിക്കൂടി വെള്ളം വരാതിരിക്കാൻ നല്ല നെല്ലിക്ക, ക്യാരറ്റ്, പലവിധ ഐറ്റംസ് എല്ലാവരും ഞങ്ങളേക്ക് മോചിപ്പിക്കുന്നു മടുത്തു ഭാവത്തിലാണ് അതിന്റെ ഇരിപ്പ്. ഇതൊക്കെ ഇപ്പോൾ കാണുമ്പോൾ വെള്ളം പൈനാപ്പിളൊക്കെ കേട്ടോ. അങ്ങനെ കുറച്ച് താറാവുകളെല്ലാം അവിടെ ഒരു ജോഷ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. ആരും പേടിക്കണ്ട. അതാ കല്ലൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുന്നതാണ് കേട്ടോ. ദോഷമുണ്ടാകാനുള്ള പായതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ആ ചേട്ടൻ കല്ലൊക്കെ തുടച്ച് അങ്ങനെ ഓർഡർ വന്നാൽ മാത്രമേ ദോശ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ സൈഡിലേക്ക് കേട്ടോ. പിന്നെ അടുത്ത സെക്ഷനിൽ കാണുന്ന കാഴ്ച വായിൽ വെള്ളം വരാതിരിക്കും. പലതരത്തിലുള്ള അച്ചാറുകൾ, നാരങ്ങ, പൈനാപ്പിൾ അങ്ങനെ തുടങ്ങി എല്ലാ രീതിയിലുള്ള അച്ചാറുകൾ അവിടെ പച്ചമുളക്, കാന്താരി, അങ്ങനെ പല അച്ചാറുകൾ അതൊക്കെ കണ്ട് മേടിച്ചു. അങ്ങനെ അതിന്റെ വീഡിയോ എടുത്ത് നമ്മൾ നടന്നു വരുന്ന സമയത്ത് ഒന്നും കൂടി അതിന്റെ നോക്കിക്കേ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ കുത്തി തോന്നും. അങ്ങനെ നടന്നു പണ്ടത്തെ കാലത്ത് അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മളുടെ മിഠായി അതുപോലെ മിഠായി അങ്ങനെ ഒരുപാട് മിഠായികൾ. പിന്നെ അതൊക്കെ കുറച്ചു. പണ്ട് കാലത്തെ തിന്നവരെ ഒന്ന് കമന്റ് ചെയ്യണേ. ഞാനായിരുന്നു എല്ലാവരുടെയും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളൊക്കെ വലുതായപ്പോൾ വേണ്ടെന്നുള്ള ഓരോ മിഠായിയാണ് കേട്ടോ. സിഗരറ്റ് മിഠായി, അങ്ങനെ മിഠായി, അങ്ങനെ ഒരുപാട് ഉണ്ട് കാണാൻ. അത് ഞാൻ അടുത്തൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ. ഒരുപാട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.